കൂട്ടായ്മയിൽ ഇന്നത്തെ ട്രിപ്പിൽ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഉണ്ട്. സ്ട്രെങ്ത് കുറച്ച് കുറവാണെങ്കിലും നമ്മുടെ JTS ചെറുത്തൂരിന്റെ അസോസിയേഷന്റെ ഒരു പ്രതീകാത്മകമായ ഒരു ഫസ്റ്റ് ട്രിപ്പാണിത്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇത് എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും വേണു വിളിക്കുക. വേണുവിനെ എനിക്ക് അറിയായിരുന്നു. ഞാൻ 83-86 ബാച്ചായിരുന്നു. JTS പഠിക്കുന്ന കാലഘട്ടത്തിലെ ഒരു വിനോദി വിളിച്ച് കൂട്ട് പഠിക്കാൻ ഉള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. 78-81 ഞങ്ങൾ കഴിയുന്നത്. 81 ബാച്ചാണ്. എൻ്റെ 3 സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. മോഹനൻ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അടുത്തടുത്ത് തന്നെയായിരിക്കും. എല്ലാ ഫ്രണ്ട്സിനൊക്കെ അടുത്ത് വീട് അടുത്ത് തന്നെ എല്ലാവരും പരസ്പരം പരിചയമുണ്ടോ. നമ്മുടെ വിവിധ പഞ്ചായത്തുകളിലും വിവിധ നാട്ടിലും ലക്ഷദ്വീപിൽ കിഷോർലാൽ എറണാകുളം പല പ്രദേശങ്ങളിലായതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാനും അടുത്ത് ബന്ധപ്പെടാനും. രവീന്ദ്രൻ ഗോവിന്റെ അമ്പലത്തിനടുത്താണ്. വളരെ ചെറുപ്പം കയ്യൂരുള്ള കിഷോർ പശ്ചാത്തലത്തിലുള്ള മനോജ്. അത് ആ സമയത്ത് നമ്മുടെ സ്പോർട്സിൽ എടുത്തു പറയേണ്ട നല്ല 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 വ്യക്തിത്വങ്ങളുടെ സ്കൂളാണ്. 83 ബാച്ചാണ്. 83-ലാണ് JTSൽ പാസ്സായത്. അതിനുശേഷം 2 കൊല്ലം നെഹ്റു കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് അറിയില്ല. പക്ഷെ ഒബീഡിയന്റ് ആയിരുന്നു. ഞാൻ ഒറ്റ പോയിട്ടാണല്ലോ തോന്നുന്നത്. എന്നിട്ട് ഒരു PSC എഴുതി കിട്ടിയതേ പോലീസ്. ഡിഗ്രി ഫൈനലായ സമയത്ത് PSC എക്സാം വന്നു. നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ചയ്ക്കും അഭിപ്രായ സമന്വയത്തിനൊക്കെ ശേഷം നമ്മൾ ഉദ്ദേശിച്ച ഈ ബോട്ട് യാത്ര ഇന്ന് അതിൻ്റെ പ്രവൃത്തി പദത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി വിമൽ രാജ് സാറിനെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് വിനോദ്. ഞാൻ 81 ബാച്ചാണ്. പിള്ളേര് കാണാൻ പോകുന്നു. സീനിയർ 36 കൊണ്ടായില്ല. 81 കൊണ്ടായില്ല. എൻ്റെ പേര് ചെറുവത്തൂരാണ്. ചെറുവത്തൂർ കുട്ടമത്ത് എന്ന പ്രദേശത്താണ്. കുട്ടമത്ത് അഭിനയിക്കൂടെ നമ്മുടെ കൂടെ പഠിച്ച ഒരു അജിത എന്ന് പറയുന്ന സ്മരണാഞ്ജലി പോലെ അവർക്കൊരു ക്യാൻസർ അസുഖമൊന്നും മരിക്കുകയില്ല. എൻ്റെ പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. പിന്നെ കുറച്ച് ലേറ്റ് മാരേജാണ്. ഇപ്പം മോൻ കൊല്ലം IFTK ഫാക്ടറീസിൽ പഠിക്കും. എന്ത് വരെ നമ്മളെല്ലാവരും അങ്ങോട്ട് നോക്കിയിരുന്നത് വലിയ കഥകൾ പറഞ്ഞു. കാരണം ഞാനതിൽ മനസ്സിലാക്കുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിൽ ഉഴപ്പായാലും ശരി, പഠിക്കുന്ന കുട്ടിയായാലും ശരി, എങ്ങനെയുള്ളവരായാലും ഏത് ക്യാരക്ടറായാലും ശരി, ഓരോ ആളുടെ ജനനവും ഓരോ ആൾ ജനിക്കുന്നതും വളരെ പ്രത്യേകതയോടു കൂടിയാണ്. അത് അത് എൻ്റെ പ്രൊഫഷണലേക്ക് ഇപ്പോൾ കൊണ്ടുനടക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ JTSന്റെ ഇതുപോലെ ഒരു ഉല്ലാസയാത്ര ആലോചിക്കുന്നത് ഒരുപാട് കാലമായി. കൊള്ളപ്പുഴ സിറ്റിയിൽ താമസിക്കുന്നു. കുറച്ച് ദൂരമാണ്. പിന്നെ എനിക്ക് വീരകഥകളൊന്നുമില്ല. സ്കൂൾ പഠിക്കുമ്പോൾ എന്നായിരിക്കും അറിയുന്നില്ല. എന്റെ ക്ലാസ്സിലൊരിക്കലും എന്നെ പിടിയൊന്നുമില്ല. ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരല്ലേ 8ാം ക്ലാസ്സിലെ ഇങ്ങനെ ചില അനുഭവങ്ങൾ അവനെ വേട്ടയാടിയിട്ടുണ്ടാവും. കാരണം അതുകൊണ്ടായിരിക്കണം അവന്റെ ജീവിതത്തിലേക്ക് അതുപോലുള്ള നഷ്ടബോധം കൊണ്ടായിരിക്കണം അവന്റെ ജീവിതത്തോട് തന്നെ വ്യക്തി തോന്നിയാണ് ആത്മഹത്യ. ഞാനിവിടെ 84 ബാച്ചാണ് JTSന് പോയത്. നമ്മുടെ ശശി, മനോജ്, नहीं